പടച്ചോനെ കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കണ്ടിക്കണ്? ഇതെന്താ ഞമ്മളോട് പറയാഞ്ഞി? അതല്ലുപ്പാ, അല്ലാണ്ട് പടച്ചോനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് നമ്മള് കണ്ടില്ല. അത് പാരാ കണ്ടുള്ളത്? അതെ, ഫേസ്ബുക്കിലുണ്ട്. പൊന്നാനിയിലെ ഒരു വൃദ്ധന്റെ മുമ്പില് പടച്ചോൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ വെറും തട്ടിപ്പാന്ന്. തട്ടിപ്പൊന്നല്ല, പഠിച്ചോ നല്ല മനുഷ്യന്മാർക്ക് ദർശനം കൊടുക്കൂ. കണ്ടിക്കണോ? അതിന് ഞാൻ നല്ല മനുഷ്യനാ? എന്റെ മൂത്തുമ്മാന്റെ വല്യുപ്പാന്റെ മൂത്താപ്പല്ലേ പഠിച്ചോന് നേരിട്ട് കണ്ടതാ. മയ്യത്തായി കഴിഞ്ഞിട്ടേക്കും. ഉമ്മച്ചിയെ, ഫേസ്ബുക്കിലൊരു പോസ്റ്റ്. പൊന്നാനിയിലെ ഒരു 80-കാരി വൃദ്ധയ്ക്ക് പടച്ചോന്റെ ദിവ്യ ദർശനം. അടക്ക് ജനങ്ങൾ ഒഴുകി എത്തുകയെന്നോലെ. ഒഴുകിയെത്താൻ ആടന്തെത്ത വെള്ളപ്പൊക്ക. ഇത് കാണുന്നുണ്ടല്ലോ മോളെ, റിസ്വാൻ ഓർമ്മ വരുന്നു. ഓൻ ഇത്രേ ഉള്ളതിന് പെറ്റപ്പോ അതെ നെറു. പള്ള കീറിയ പ്രസവമായതുകൊണ്ട് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ. ഇങ്ങനെ എന്നായിരുന്നു നെറു? അല്ലോ പാവോ, മൂസക്കായിന്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തി. ഇതെന്താ മീന്റെ പള്ളേല്? ഇതെന്താ മോതിരല്ലേ? അല്ലുമ്മ സ്വർണ്ണാണോ? ഒന്നുമല്ല. മുസക്കായേ, 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 ഇത് കണ്ടോ? എന്താ മീന്റെ പള്ളിയിൽ ഒരു മോതിരം. ചിലപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞ് മീനായിരിക്കും. അത് കടലിൽ തന്നെ തിന്നതേക്കും പത്തോ. ഈ മീനെടുത്ത് കറിയൊക്കെ നോക്ക്. എനിക്കിത് കണ്ടിട്ടൊരു സംശയാണ്. ഇതൊരു സൂചന ആണോന്ന്. എന്ത് സൂചന ഉമ്മ? അതിപ്പോ പഠിച്ചോനെ പറയാൻ പറ്റൂ. നീന്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചോ മൂസക്കായ്ക്ക് എന്തോ ഒരു സൂചന കൊടുക്കണതാണ്. മോതിരല്ലേ? ചിലപ്പോ ഉപ്പച്ചിയുടെ കല്യാണം ആലോചിക്കും. കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിലൂടെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അനുവദിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ? ഒറ്റ കാൽനട യാത്രക്കാരെ നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മളെ കാര്യം നോക്കിയിട്ട് നേർക്ക് വണ്ടി ഓടിക്കാം. നമ്മൾ അന്യന്റെ കാര്യത്തിൽ ഇടപെടരുത്. നമ്മുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ. ജന്മം ചെയ്ത നമ്മൾ ഓനെ കയറ്റി വിടൂല. ഓന്റെ ഒരടുപ്പ് ഈ പാത്തൂന്റെ അടുത്ത് നടക്കൂല. നമ്മളെ വണ്ടി പോയിട്ട് മതി ബാക്കിയുള്ള ആൾക്കാരെ വണ്ടി പോല്. അല്ല ചെക്കന്മാർ എന്നെന്തോ ചെയ്തോ? പഠിച്ചോനെ എന്താണ്? കംപ്ലൈന്റ് കൊടുക്കണം. അത് ശരി. നിന്റെ മോളെ പീഡിപ്പിക്കാൻ വന്നവനെ ഞാൻ വെറുതെ വിടൂല. ആ ചെക്കന്മാരെ പേരും അഡ്രസ്സൊക്കെ ഉണ്ടാ? ഓ, പേരും അഡ്രസ്സും നാളെ വിലാസമൊക്കെ കൊടുത്തിട്ടാണല്ലോ പീഡിപ്പിക്കാൻ വരുന്നത്. നിങ്ങളൊന്ന് പോയായിരുന്നേ വന്നാലോ? അതൊരു ശരിയാണ്. എന്ത് ശരി? കൊഞ്ച് കുറയാനുള്ള മരുന്ന് കഴിച്ചാലോന്ന് ആലോചിക്കാണ് ഞാനിപ്പോ. മോത്ത് പറ്റാനുള്ള മരുന്നുണ്ട്, ആസിഡ്. അത് വാങ്ങി പറ്റിയാ മതി മോത്ത്. നന്നായിട്ട് ഒരു കുപ്പി വാങ്ങണം. ദിവസം 3 നേരം മോത്ത് തേച്ച് പിടിപ്പിക്കണം. അല്ലാണ്ട് ഒരു വയ്യോ ലഞ്ച് ഗ്ലാമർ കുറയാന്. നാളെന്താ പ്രത്യേകത എന്നറിയോ? ഒന്ന് ആലോചിക്കോ, ഒരു സന്തോഷ ദിനാ നാളെ. ഓ, പതിവ്രത സീരിയലിന്റെ 2000 എപ്പിസോഡ്. അതൊന്നും അല്ല, അതിലും സന്തോഷല്ല ദിവസം. ഉമ്മച്ചി എങ്ങോട്ടേ പോകുകയായിരിക്കും. സാധനം കഴിക്കുക. എന്താ മോളെ ഇതിന്റെ പേര്? ബർഗർ. ബാർബറോ? ഞാൻ തരൂ. ഞാൻ അങ്ങനെ എനിക്ക് തരുന്നത് ദിക്ക് എന്നെ തികയുന്നില്ല. ഞാനല്ല, ഞാൻ ആ ചപ്പാത്തി പോലെ ഇരിക്കുന്ന സാധനം. മോനെ നാനാൻ പോലെ കട്ടിലോ ചപ്പാത്തി പറഞ്ഞാ പോലെ പറയണേ. എന്തൊക്കെയോ പറയല്ലത്. ഹിന്ദി പറയാ. ഹിന്ദിക്കാർ ഹിന്ദി അല്ല പറയാ. ബായ് വീട് പെയിന്റ് കരോ. പെയിന്റ് ഒക്കെ ഞാൻ അവിടെ പാട്ടയില് വാങ്ങി വെച്ചു. ഹേ അച്ഛനോ? മൂസക്കായി എന്റെ അച്ഛനാ?
അത്തോ അച്ഛാന്ന് പറഞ്ഞാ നല്ലതെന്നാണ്. അന്നപ്പോ അമ്മാന്ന് പറഞ്ഞ ഓൾക്ക് മോശന്നാ. ഇതൊരു കഷ്ടാണത്. മേര പത്നി. പന്നിയോ? പന്നിയല്ല, പത്നി, ഭാര്യ. മേര പത്നി ദൂസരാ ദേഹി. അതായത് ആൾതാമസല്ലേ അവിടെ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ നമ്മളെല്ലാരും താമസിക്കില്ലേ? പിന്നെ ആൾ താമസമില്ലാന്ന് ഓലോടൊക്കെ പറഞ്ഞാലോ? മാറി